ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു A3 ഷീറ്റിൽ എത്ര പോളറോയിഡ്സ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പോഴും കുറേ പേർക്ക് ഈ പോളറോയിഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ക്ലാരിറ്റി ആയിട്ട് അറിയത്തില്ലെന്ന്. സോ നമുക്ക് കൂടുതൽ ലാഗ് അടിപ്പിക്കാം, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞാനിവിടെ ചെയ്യുന്നത് 3 ടൈപ്പ് പോളറോയിഡ്സാണ്. അതായത് 7 റുപ്പീസിൻ്റെ, 5 റുപ്പീസിൻ്റെ, 6 റുപ്പീസിൻ്റെ ഒരു പോളറോയിഡിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള പോളറോയിഡ്സാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ടൈപ്പാണ് ചെയ്യുന്നത്. ഈ ഒരു ഇത് ചെയ്യുമ്പം ഒരു A3 ഷീറ്റിൽ നമുക്ക് 20 പോളറോയിഡ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് അത്യാവശ്യം കൂടുതലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിൻ്റെ സൈസ് എത്ര കാണുമെന്നുള്ളതൊക്കെ. അപ്പം ഈ ഒരു സൈസിനെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ 5 റുപ്പീസിന് കൊടുക്കുന്നത്. ഈ ഒരു ഷീറ്റിൽ നമുക്കൊരു 30 എണ്ണം കൊള്ളും. ഇപ്പം നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസാണ്. ഇതിനകത്തൊരു 25 എണ്ണം കൊള്ളും. അതായത് അതിൻ്റെ ഇച്ചിരി കൂടെ ലെങ്ത് കൂടുതലാണ് ഇതിന് വരുന്നത്. ഇതിനാണ് നമ്മൾ ഒരെണ്ണത്തിന് 6 റുപ്പീസ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒരു ഓർഡർ എടുക്കുമ്പം മിനിമം ഓർഡർ വെക്കണം. അതായത് ഇപ്പോൾ 6 റുപ്പീസിൻ്റെ പോളറോയിഡ് ആണെങ്കിൽ അതിനകത്ത് ഒരു ഷീറ്റിൽ എത്ര എണ്ണം കൊള്ളുന്നത്, അതിനകത്ത് 25 എണ്ണമാണ് നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ 25 ആയിരിക്കണം നമ്മുടെ മിനിമം ഓർഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല നഷ്ടം വരും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റുമോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നിന്നായാലും നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ആ പോളറോയിഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തനിയെ അതങ്ങ് അപ്ലോഡ് ആയിക്കോളും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. പിന്നെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം A3 ഡോക്യുമെൻറ്റ് എടുക്കാം. ഞാൻ ഓൾറെഡി A3 ഡോക്യുമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എല്ലാവരും ഇപ്പോൾ ക്യാൻവയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ ചെന്നിട്ട് A3 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എന്നിട്ട് A3 ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വൈറ്റ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് മാറ്റുക. കാരണം കളർ മാറ്റുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളറോയിഡിൻ്റെ ചുറ്റും വരുന്ന കളർ എന്ന് പറഞ്ഞാൽ വൈറ്റാണ്. അപ്പം നമുക്ക് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് അല്ല ഗ്രീൻ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ബ്ലാക്ക് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ബ്ലാക്ക് എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിങ് മാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളറോയിഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ആ ലെങ്ത് വിഡ്ത്തും ഹൈറ്റും ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിന് പോളറോയിഡ്സ് കിട്ടും. അതായത് നമ്മൾ അത്യാവശ്യം ലാർജ് പോളറോയിഡാണ്. അതായത് അത്യാവശ്യം ഫോട്ടോസൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഒരു പോളറോയിഡ് ആണ്. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് ഇതാണ് വരുന്നത്. ഇതാണ് നമ്മൾ 7 റുപ്പീസിന് കൊടുക്കുന്നത്. ഒരു A3 ഷീറ്റിൽ നമുക്ക് 20 എണ്ണം പറ്റും. അപ്പം നമ്മുടെ മിനിമം ഓർഡർ എപ്പോഴും 20 20 പ്ലസ്സേ നമ്മൾ എടുക്കാവൂ, അല്ലെങ്കിൽ 20. അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ പൈസ പോലും സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും ലാഭം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് 20 എണ്ണം സെറ്റാക്കാൻ പറ്റുന്നത്. അപ്പം 2 സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കട്ടിങ് മാർക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂം ചെയ്തിട്ട് ഇങ്ങനെ അതായത് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ആ ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. 2 എണ്ണം ഇങ്ങനെ സൂം ചെയ്തതിന് ശേഷം ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ കട്ടിങ് മാർക്ക് ഇടുമ്പോഴത്തേക്ക് ചിലർക്ക് പെട്ടെന്ന് ആ ലൈനൊന്നും കറക്റ്റ് ഇതാക്കാൻ ചിലപ്പം പെട്ടെന്നൊന്നും പറ്റിയെന്ന് വരത്തില്ല. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇച്ചിരി സമയം എടുത്ത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനൊന്ന് എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് കട്ടിങ് മാർക്ക് ഇട്ടിട്ട് ചെയ്യുന്നതിനോടാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എളുപ്പം എന്താണെന്ന് നിങ്ങളാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഓരോ വീഡിയോസ് നോക്കിയിട്ട് ഇപ്പം ഓരോന്ന് ചെയ്താലും നിങ്ങൾക്ക് എളുപ്പമുള്ളത് വഴി നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരു എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല അവിടെ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് നോക്കുക. ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ലോങ് വീഡിയോ ആണ്, ഞാൻ ഒരുപാട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോ. അപ്പം അതിനുശേഷം ലൈൻ എന്നും പറഞ്ഞാൽ, അതായത് കട്ടിങ് മാർക്ക് ഇടണം എന്നുള്ളവരാണെങ്കിൽ ഈ എലമെൻറ്റ്സിൽ കയറിയിട്ട് ലൈൻ എന്നും പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ലൈൻ കിട്ടും. ലൈൻ ഈ കട്ടിങ് മാർക്ക് ഇടാൻ ഒരു പാടില്ല, ഉള്ള പറയാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. ഞാൻ ഫോട്ടോ എല്ലാം പോളറോയിഡ്സ് എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ലൈൻ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് അവർ കാണിച്ചു തരും എവിടെയാണ് കറക്റ്റ് പോയിൻ്റ് അത് വെക്കേണ്ടതെന്ന്. അപ്പം നമുക്കത് മനസ്സിലാവും. അത് ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ക്യാൻവ യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിലും അത് എനിക്ക് തോന്നുന്നത് നല്ല എളുപ്പമുള്ള. കാരണം വെച്ചാൽ നമ്മൾക്കിപ്പം ചെറിയ വളമുണ്ടെങ്കിൽ വരെ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. അതുകൊണ്ട് കട്ടിങ് മാർക്ക് ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. എനിക്ക് തോന്നുന്നു കട്ടിങ് മാർക്ക് ഇടുന്നത് തന്നെയാണ് എളുപ്പം. കട്ട് ചെയ്യാനായാലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായാലും പെട്ടെന്ന് പറ്റുന്നത് അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ പിന്നെയും നമ്മുടെ വിഡ്ത്തും ഹൈറ്റും ഒന്നും അടിച്ചു കൊടുക്കേണ്ട. ആ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മേളൊരു
ഓപ്ഷൻ വരുന്നുണ്ടോ, അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ കട്ടിങ് മാർക്ക് ഇടുന്നവരാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതിനകത്ത് ചെറിയ കണ്ടോ, ഇപ്പം തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടും അതിനകത്ത് സൈസിൻ്റെ, അതായത് ഒരേ ലെവലിലല്ല അത് വന്നിരിക്കുന്നത്, ഒരേ ലെവലിൽ വെക്കണം, എന്നാലും നമുക്ക് കട്ടിങ് മാർക്ക് ഇടാൻ പറ്റത്തുള്ളൂ. സോ അതൊന്നും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോഴെല്ലാം നമുക്ക് പണി കിട്ടും. കാരണം ചിലപ്പോൾ ഒരു പോളറോയിഡ് നമ്മുടെ ആ ഫ്രെയിമിൽ നിന്ന് ഔട്ടായിരിക്കും, അത് നമ്മൾ അറിയത്തില്ല. അങ്ങനെ മിസ്റ്റേക്ക് വരാതെ നോക്കുക. അങ്ങനെ മിസ്റ്റേക്ക് വരും, എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്കറിയാവുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നഷ്ടം വന്നിട്ടില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം മൊത്തം പോക്കാണ്. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ സെറ്റാക്കണം. അത് നമുക്ക് സൂം ചെയ്ത് എത്രത്തോളം വേണമെങ്കിൽ അതിൻ്റെ ഒരു അത്യാവശ്യം നല്ലോണം സൂമാക്കാൻ പറ്റും, അത്രത്തോളം സൂമാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്ന് സെറ്റാക്കുക. അങ്ങനെ ഇതിനകത്ത് 20 എണ്ണവും നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പിന്നെയും പറയണ്ടല്ലോ, വെറുതെ ഞാൻ ഇതിനെ ലാഗ് അടിപ്പിക്കുന്നത്. ഒന്നാമതേ എൻ്റെ സംസാരം തന്നെ ലാഗാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലാഗല്ല, എനിക്ക് തോന്നുന്നു ലാഗല്ല, ഞാൻ ഒരുമാതിരി 2x സംസാരിക്കുന്നതൊക്കെ സംസാരിക്കുന്നത്. കാണിച്ച് എനിക്ക് ഒട്ടും സമയമില്ല. ആ സമയമില്ലാഞ്ഞിട്ടും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇടുന്നതേ ഉള്ളൂ. എനിക്ക് ഒട്ടും സമയമില്ല. എനിക്ക് പഠിക്കാനാണെങ്കിൽ ഒരു ലോഡുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന എടുക്കുന്നതൊക്കെ ബ്രേക്ക് കിട്ടുന്ന സമയത്താണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യാൻ എടുക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല, കാണിച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും നമുക്കില്ല. അപ്പോൾ പറ്റുന്നവരെല്ലാം എൻ്റെ എഫേർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പം നമ്മളെ കണ്ടൻറ് എന്ന് പറയുന്നത് കണ്ടൻറ്റിലോട്ട് കിടക്കുക. അപ്പം നമ്മൾ ലൈൻ അറിയാലോ, ലൈൻ അത് എലമെൻസിൽ പോയി എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ലൈൻ കണ്ടോ, അവിടെ ഒരു ലൈൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ലൈൻ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കറക്റ്റ് പൊസിഷൻ, അതായത് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് അവിടെ ഒരു ലൈൻ നമ്മളത് കൊണ്ടുവെക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ഏതൊരു കളർ വരും, കളർ ഞാൻ മറന്നുപോയി, ആ ഒരു കളറിൽ അവിടെ ഒരു ലൈൻ വരും. അപ്പോൾ നമുക്കത് മനസ്സിലാവും അത് കറക്റ്റ് ലെങ്ത്തിലാണ്, കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന്. ഇതേപോലെ നമുക്ക് വെർട്ടിക്കലി ഹൊറിസോണ്ടലി എല്ലാം വെക്കാൻ പറ്റും. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എനിക്കും ഇതൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കുക. എല്ലാത്തിലും നമ്മൾ ഇട്ടേ പറ്റൂ, അതായത് ഈ കട്ടിങ് മാർക്ക് ഇട്ടേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ഭയങ്കര കൺഫ്യൂഷൻ വരും. പിന്നെ നമുക്ക് ഒന്നുകൂടെ പ്രിൻ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തുമില്ല, ഭയങ്കര നമുക്ക് നഷ്ടമായിരിക്കും. നമ്മളെപ്പോഴും പിന്നെ ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു പ്രിൻ്റ് മാത്രമല്ല ഒരു പ്രിൻ്റും കൂടെ എടുക്കണം. കാരണം ഇതിനകത്തുനിന്ന് അത്യാവശ്യം നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഞാൻ ലാഭത്തിൻ്റെ കാര്യമൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം, വെറുതെ ലാഗ് അടിപ്പിക്കേണ്ട. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ്, അടുത്ത സൈസ് പോളറോയിഡ്, അതായത് 5 റുപ്പീസിൻ്റെ പോളറോയിഡ്. ഇതിനടിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എലമെൻസിൽ പോയിട്ട് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഷേപ്പിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഷേപ്പ് എടുത്തതിന് ശേഷം അതിനകത്ത് കളറിൽ പോയിട്ട് നമ്മുടെ പോളറിൻ്റെ കളർ ഏതാ, വൈറ്റ്, ആ വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ താഴത്തെ ഓപ്ഷൻസ് ഡ്രാഗ് ചെയ്യുമ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ പൊസിഷനിൽ അഡ്വാൻസ്ഡ് എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ ഒരു ലെങ്ത്തും ഹൈറ്റും വിഡ്ത്തും അടിച്ചു കൊടുക്കുക. ഈ ഹൈറ്റും വിഡ്ത്തൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ മതി. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു പോളോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോളോഡ് ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ടെംപ്ലേറ്റ് കളയാതെ വെച്ചിരിക്കണം. അതായത് പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരരുത്. ഈ ചെയ്യുന്ന പോളറോയിഡിൻ്റെ ഫ്രെയിമൊന്നും നിങ്ങൾക്ക് പിന്നെ ആദ്യം മുതൽ ടെംപ്ലേറ്റ് എടുത്ത് ചെയ്യേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ എലമെൻസിൽ പോയതിന് ശേഷം ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തെ, ഞാൻ പെട്ടെന്ന് എൻ്റെ റീസെൻറ്റിൽ കടന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നുകൂടെ കാണിക്കാം. ഫ്രെയിംസിൽ കയറിയിട്ട് താണ്ടേ ഈ സംഭവം ഇപ്പോൾ കാണിച്ച ആ സംഭവം ഒന്ന് എടുത്തതിന് ശേഷം സെയിം സ്റ്റെപ്പ് പൊസിഷൻ എടുക്കുക, അഡ്വാൻസ് എടുക്കുക. ഞാൻ ഈ പറയുന്ന ഹൈറ്റും വിഡ്ത്തും അടിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് പിന്നെ ഫോട്ടോ ആഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ മാത്രം, അതായത് ഡിലീറ്റ് ഇമേജ് മാത്രമേ കൊടുക്കാവൂ. ഡിലീറ്റ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഡിലീറ്റ് ആയിപ്പം. ഡിലീറ്റ് ഇമേജ് മാത്രം കൊടുക്കുക. ഞാൻ അത് കാണിച്ച് തരാം. ഫസ്റ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് സൂം ചെയ്തതിന് ശേഷം നമുക്ക് പോളറോയിഡ് കാണാൻ പറയാമല്ലോ, ആ പോളറോയിഡ് എങ്ങനെ ഇരിക്കുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ, അതായത് മെയിലും അത്യാവശ്യം വൈറ്റ് പോർഷൻ, ചെറിയ രീതിയിൽ വൈറ്റ് പോർഷൻ, താഴെയാണ് നമുക്ക് മെയിനായിട്ട് വൈറ്റ് പോർഷൻ കാണേണ്ടത്. അപ്പം ആ സൈഡിൽ 3 എടുത്തും നമുക്ക് എന്താ വേണം, അത്യാവശ്യം ഒരേ സൈസിലും നമുക്ക് വൈറ്റ് പോർഷൻ അവിടെ കാണണം. അപ്പോൾ ആ രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ.
ആ സൈഡൊക്കെ നല്ല രീതിയിൽ എന്നുവെച്ചാൽ ഒരേ നമ്മൾ നേരത്തെ പോൾറോഡ് ഇതാണൊക്കെയല്ല കേട്ടോ, ഇത് അത്യാവശ്യം കട്ട് ചെയ്യാനൊക്കെ നല്ല പാടുണ്ട്. കാരണം 30 തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. കട്ടിങ് മാർക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് സൈഡും ഒരേപോലെ, അല്ലെങ്കിൽ കട്ടിങ് മാർക്ക് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ രണ്ട് സൈഡും ഒരേപോലെ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ കുറച്ച് പാടായിരിക്കും, എനിക്ക് പാടൊക്കെ തന്നെയായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ ഒരു സെറ്റിൽ വരുന്ന എത്രയാണ്, നമുക്ക് 30 എണ്ണം കൊള്ളും. ഇതിൻ്റെ ഒരെണ്ണത്തിന് 5 രൂപ വെച്ചിട്ടാണ്. ഇതും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് പിടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പം നമ്മുടെ മിനിമം ഓർഡറും 30 അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. കാരണം നമുക്ക് പ്രോഫിറ്റാണ് വേണം. നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് പ്രോഫിറ്റ് ഇല്ലേ പിന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലേ. ഇനി നമുക്ക് പ്രിൻറ്റിൻ്റെ കോസ്റ്റൊക്കെ പറയാം. നമ്മൾ സാധാ ഫ്രെയിം ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കട്ടി അത്യാവശ്യം 300 GSMൻ്റെ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നതും. പിന്നെ ഞാൻ എടുക്കുന്നിടത്ത് 30 രൂപയാണ് പ്രിൻറ്റിന് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടാണ് അതെനിക്ക് ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിൻറ്റ് മാറ്റാനൊന്നും നിന്നിട്ടില്ല. നല്ല അത്യാവശ്യം ക്വാളിറ്റിയോടാണ് ചെയ്തു തരുമ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല ഗ്ലേസിങ് എല്ലാം ഉണ്ട്. നമുക്ക് 30 രൂപയ്ക്ക് ചെയ്ത് തരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. അപ്പം 30 രൂപയാണ് നമുക്കൊരു പ്രിൻറ്റിൻ്റെ പുറത്ത് വരുന്നത്. പിന്നെ നമ്മളെ ട്രാവൽ കോസ്റ്റ് അങ്ങനെ ഒരുപാട് സംഭവം, ഓരോരുത്തർക്കും ഓരോ ട്രാവൽ കോസ്റ്റാണ്. എനിക്കും അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് പൊടിയുന്നുണ്ട്. അപ്പം പ്രോഫിറ്റ് നമ്മൾ അതിനനുസരിച്ച് എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 5 രൂപയുടേത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന എമൗണ്ട് കുറവാണെങ്കിൽ നിങ്ങളത് കുറച്ചിട്ട് ഈ പോളോൻ്റെ വിലയിട്ടാൽ മതി. മനസ്സിലായോ? എനിക്ക് അത്യാവശ്യം ട്രാവൽ കോസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലൈൻസ് ഒന്ന് സെർച്ച് ചെയ്യുക. ലൈൻസ് നമ്മൾ കറക്റ്റ് വെർട്ടിക്കലി ഹൊറിസോണ്ടലിയൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റേണ്ട എത്രയാണോ നമുക്കത് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി പോൾ റോഡിന് തന്നൊരു മാർക്ക് കാണും. ആ മാർക്കിലൂടെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ലൈൻസ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലി അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം കട്ടിങ് മാർക്ക് എങ്ങനെ വെക്കേണ്ടത് നമുക്കറിയാമായിരിക്കുമല്ലോ. ആ രീതിക്കൊക്കെ കട്ടിങ് മാർക്ക് വെക്കുക. ഇനി ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 6 രൂപീസിൻ്റെ പോളറോയിഡ്സ് ആണ്. അതിൻ്റെ അളവ് ഞാൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, സെറ്റാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഒരുപാട് ലോങ് ആയിപ്പോൾ വെറുതെ ലാഗ് അടിപ്പിക്കണ്ടല്ലോ, നിങ്ങളിത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ മതി. വെറുതെ ലാഗ് അടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു പേജിൽ തന്നെ എല്ലാ പോളറോയിഡ്സും സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഇത്രയും കണ്ടതിന് താങ്ക്സ്. അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയണ്ടേ.